കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ ദിവസത്തിന്റെ പുലർകാലം കാണുവാൻ, നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ രാത്രികാലം ഉറങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഉണരാതെ പോയപ്പോൾ, എത്രയോ പ്രിയപ്പെട്ടവർ തങ്ങളുടെ രോഗക്കിടക്കുകളിൽ ആണ്ടുപോയപ്പോൾ, കർത്താവ് നമുക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ദൈവിക പ്രത്യാശയ്ക്കുമായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം ഭക്തിയോടെയുള്ള ആരാധന എന്നുള്ളതാണ്. ഭക്തിയോടെയുള്ള ആരാധന. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 5-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 5:7. ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പൊ ഇവിടെ തിരുവചനം പറയുന്നു, നാം ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഇന്നത്തെ കാലഘട്ടം എങ്ങനെയിരിക്കുന്നു? ഭക്തിമാൻ ഭൂമിയിൽ നിന്നും നശിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടം. പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്ന ഭക്തിയൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്നുപോയ കാലഘട്ടം. ഇന്ന് ദൈവമില്ല എന്ന ആധുനിക തലമുറ വിധി എഴുതുന്ന കാലഘട്ടം. ദൈവവചനം വായിക്കുവാനോ ദൈവത്തെ ആലയത്തിൽ കടന്നു ചെന്ന് ആരാധിക്കുവാനോ സമയമില്ലാത്ത ഭക്തികെട്ട ഒരു തലമുറയിൽ ഞാൻ നിങ്ങൾ ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോത്തിന്റെ കാലഘട്ടം പോലെ, നോഹയുടെ കാലഘട്ടം പോലെ ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ലോത്തിന്റെയും നോഹയുടെയും ഭക്തികെട്ട കാലത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ വായിക്കുന്നത്, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ഇടയിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും ചെയ്തു. അപ്പൊ നോക്കിയ ലോത്തിന്റെ കാലം, നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് പറയാണ് ഭക്തികെട്ട കാലമെന്ന തിരുവചനത്തിൽ ആ കാലഘട്ടത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കേണ്ടത് വളരെ ഭക്തിയോടെ ആയിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെയാണ് ഭക്തിയോടെ ആരാധിക്കേണ്ടത്? ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കലും 2 പേർ ആരാധനയ്ക്കായിട്ട് ദൈവാലയത്തിലേക്ക് പോയി. ഒന്നാമത്തെ ആള് ആരാധനയ്ക്കായിട്ട് ആലയത്തിൽ ചെന്നു. അദ്ദേഹം എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകുന്ന ആളാണ്. ദൈവാലയത്തിൽ കടന്നിരുന്നു, ആരാധന ആരംഭിച്ചു, പാട്ടുപാടാൻ തുടങ്ങി. അദ്ദേഹം ചേർന്ന് പാടി. പെട്ടെന്നാണ് അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. ഉടനെ അദ്ദേഹം ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. കുറെ നേരം ഫോണിൽ സംസാരിച്ചു. വീണ്ടും വന്ന് പള്ളിക്കകത്തിരുന്നു. അപ്പോഴേക്കും പ്രസംഗത്തിനുള്ള സമയം ആരംഭിച്ചു. കുറെ നേരം പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഫോൺ വീണ്ടും ശബ്ദിച്ചു. വീണ്ടും അദ്ദേഹം പുറത്തേക്ക് ഓടി. വീണ്ടും കുറച്ചു കഴിഞ്ഞ് വന്നിരുന്നു. പിന്നീട് തിരുവത്താഴ് ശുശ്രൂഷ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവത്താഴ് ശുശ്രൂഷയിലും പങ്കെടുത്തു. തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഇത് ആ മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ ആഴ്ചയിലും പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തവനും ദൈവാലയത്തിലേക്ക് വന്നു. ദൈവാലയത്തിലേക്ക് വന്നപ്പോഴേ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് തന്റെ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി മാറ്റിവെച്ചു. അവിടെ പാട്ട് പാടാൻ ആരംഭിച്ചപ്പോൾ ആ പാട്ടിൽ ലയിച്ച് അദ്ദേഹം പാട്ട് പാടാൻ തുടങ്ങി. ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചപ്പോൾ അറിയാതെ തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനായിട്ട് തുടങ്ങി. കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി പെട്ട പാടുകൾ എത്ര വലിയതാണ് ചിന്തിച്ച മനുഷ്യൻ കരഞ്ഞുപോയി. സുവിശേഷകൻ പ്രസംഗകൻ പ്രസംഗിച്ചപ്പോൾ ഈ തിരുവചനം പലതും എന്റെ ജീവിതത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ഓർത്ത് അദ്ദേഹത്തിന് അനുതാപമുണ്ടായി. തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. തിരുവത്താഴ ശുശ്രൂഷയില് ഭയഭക്തിയോടെ പങ്കെടുത്തു. പുതുക്കത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഇതിൽ ഒന്നാമത്തവൻ ആരാധന
എന്നും ചെയ്യാറുള്ളൊരു ചടങ്ങാണെങ്കിൽ രണ്ടാമത്തവന് ആരാധന അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അനുഭവമാണ്. അപ്പൊ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ഭക്തിയോടെ ആയിരിക്കണമെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പല പ്രിയമുള്ളവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ ആരാധന എങ്ങനെയുള്ളതാണ്? നാം ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നവരാണോ? മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. പ്രഭു കൈക്കൂലി ചോദിക്കുന്നു, ന്യായാധിപൻ കൈക്കൂലി വാങ്ങിച്ച ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം ഭക്തികെട്ട ഒരു ലോകമായിട്ട് മാറിയിരിക്കുകയാണ്. നാം ശരിയായ ഭക്തിയുള്ളവരായിട്ട് മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് ശരിയായ ഭക്തി? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യാക്കോബ് 1:27, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം നമ്മെ തന്നെ കാത്തുകൊള്ളുന്നതും അല്ലയോ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ കളങ്കങ്ങളേക്കാതെ നമ്മളെ കാത്തുകൊള്ളുകയും ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞാൻ ഇന്നുവരെയും ഭക്തിയില്ലാത്ത ആരാധനക്കാരനാണെങ്കിൽ ഞാൻ ഭക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ ഭക്തിയോടെ അവിടുത്തെ ആരാധിക്കുന്നവരായിരിക്കണമെന്ന് തിരുവചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കഷ്ടതയിലും കണ്ണുനീരിലും ആകുലതകളിലും രോഗങ്ങളിലും കടബാധ്യതകളിലും ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളിലും മാനസിക സംഘർഷങ്ങളിലും ഒക്കെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ അവിടുന്ന് മാത്രമായിരിക്കാൽ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ അടിയങ്ങൾക്ക് രക്ഷയും വിടുതലും ഉള്ളൂ എന്നടിയങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, പ്രിയമക്കളുടെ ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തണമേ. അടിയങ്ങൾ ഭക്തിയുള്ളവരായി പുതുക്കപ്പെട്ട അനുഭവത്തോടെ അടിയങ്ങളെ തന്നെ ഇന്ന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വന്റെ കർത്താവ് എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.